ഞങ്ങൾ ഈ ദാവോസിൽ 19-ന് -5 വന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരം 5 മണിക്ക് ദാവോസിലെത്തി. തണുപ്പിൻ്റെ ജാക്കറ്റൊക്കെ മാറ്റി ഒഫീഷ്യൽ ജാക്കറ്റിലേക്ക് ഓഫീസർമാർക്ക് മാറാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഡിസ്കഷൻ തുടങ്ങി. 19 രാത്രി 20, 21, 22 3 ദിവസം 67 കമ്പനികളായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ നടത്തി. ഇവിടെ എല്ലാം നമ്മൾ കേരളം എങ്ങനെയാണ് മാറി എന്നുള്ളത് മനസ്സിലാക്കിയ ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് ഇത് ഇനിയിപ്പോൾ ഒരു 5-8 മാസം ഇതായിരിക്കും സോഷ്യൽ മീഡിയ കിടക്കുക. യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1-ാം റാങ്കിലെത്തി. കഴിഞ്ഞ 2 വർഷം മുമ്പത്തെ റാങ്കിങ്ങിൽ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ ആദ്യത്തെ പാഠം പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് വാർത്ത. ഇതാണല്ലോ നമ്മൾ ആദ്യം പഠിക്കുക. പക്ഷെ അത് മാത്രം വെച്ച് പത്രപ്രവർത്തനം നടത്തിയാൽ അപകടത്തിലാവും. പണ്ട് കേരള കൗമുദിയിൽ ഒറ്റ വാർത്ത വന്നു, പെരുമ്പാവൂർ, വർഷം ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും കടിച്ചു. പുസ്തകം വെച്ചാണെങ്കിൽ അത് വാർത്തയല്ല, പക്ഷെ അതൊരു കൗതുക വാർത്തയാണ്. ആ വഴി പോയ എല്ലാവർക്കും കടി കിട്ടിയിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികൾ സഞ്ചരിക്കാൻ നിർബന്ധിതരായതുകൊണ്ട് വിഹിതം അവർക്കും കിട്ടിയതാകാം. അപ്പോൾ നമ്മൾ 28-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം 1-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മനുഷ്യൻ പട്ടിയെ കടിച്ചതുപോലെ ഒരു അസാധാരണത്വം ഉള്ളത് കൊണ്ട് ലീഡായില്ലെങ്കിലും 1-ാം പേജിൽ ഇടം കിട്ടാവുന്ന, ന്യൂസ് അവർ ചർച്ച കിട്ടിയില്ലെങ്കിലും മിന്നിമറയാവുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷെ അത് കേരളത്തിൽ ചരമ പേജിനകത്താണ് മിക്കവാറും മാധ്യമങ്ങൾ നൽകിയത്. പിന്നെ മാധ്യമങ്ങളുടെ ഗവേഷണം ഈ റാങ്കിങ് തന്നെ ശരിയാണോ എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ 28 അത് എന്തുകൊണ്ട് 28 ഞങ്ങൾ നോക്കി. കാരണം ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് കുറേ സ്റ്റെപ്സ് എടുത്തിരുന്നു, കഴിഞ്ഞ ഫസ്റ്റ് പിണറായി ഗവൺമെൻറ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ഫീഡ്ബാക്സ്. നിങ്ങൾ 90% മുകളിൽ റിഫോംസ് നടപ്പിലാക്കിയാൽ യു ആർ എലിജിബിൾ ഫോർ ടോപ്പ് അച്ചീവർ കാറ്റഗറി. പക്ഷേ യൂണിയൻ മിനിസ്ട്രിയുടെ ഒരു ഏജൻസി അവരെ ഏൽപ്പിക്കും. അവർ വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട് മിസ്റ്റർ ഖാലിദ്? അപ്പോൾ അദ്ദേഹമായിരുന്നു നേരത്തെ സ്മോൾ സ്കെയിൽ, ഞാൻ വരുമ്പോൾ KSSIയുടെ പ്രസിഡൻറ്റ്. എത്ര കാലമായിരുന്നു? 4 വർഷം. അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗമാണ് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാഗത പ്രസംഗങ്ങളൊന്നായിരുന്നത് നേരത്തെ. കാരണം എന്ന് വെച്ചാൽ നിവേദനം മുഴുവൻ അവസാനം അദ്ദേഹം വിരമിക്കുമ്പോൾ 4 മിനിറ്റ് 3 മിനിറ്റ് മറ്റും എടുത്തുള്ളൂ സ്വാഗത പ്രസംഗത്തിൽ. കാരണം ആദ്യത്തെ നിവേദനം പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. മിക്കവാറും കാര്യങ്ങൾ ഞങ്ങൾ പ്രയോഗത്തിലേക്ക് വരുത്തി. ഇപ്പോൾ പുതിയ പ്രസിഡൻറ്റിന് സ്വാഗതം പറയാൻ പോയിൻറ്റുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.